ചേച്ചി ഒരു ചായ. ഇന്ന് ക്യാമ്പസ് വിഷൻ എത്തിയിരിക്കുന്നത് തൃശ്ശൂരിലെ ചേതന കോളേജ് ഓഫ് മീഡിയ ആൻഡ് പെർഫോമിംഗ് ആർട്സിലാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സ്ത്രീധനം ഒരു സാമൂഹ്യ തിന്മയോ എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ പിള്ളേരും അധ്യാപകരും ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും അഭിപ്രായങ്ങൾ അറിയാനൊക്കെ റെഡി ആയിട്ട് മുകളിലിരിപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ക്യാമ്പസ് വിഷന്റെ ഇന്നത്തെ ഈ ചർച്ച ലീഡ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് ബഹുമാനപ്പെട്ട ബ്രിസ്റ്റോ മാത്യു സാറാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ പാലാ ചേർപ്പുങ്കൽ BVM ഹോളി ക്രോസ് കോളേജിലെ MSW സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ ലെക്ചറർ ആയിട്ടാണ് സാർ വർക്ക് ചെയ്യുന്നത്. സാർ ഇന്നേ നമ്മുടെ ഈ ക്യാമ്പസ് വിഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയം കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും കേട്ട് 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 മടുത്ത ഒരു പഴഞ്ച വിഷയമാണല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഉണ്ടല്ലോ, ഇന്നും സമൂഹത്തിൽ ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, സ്ത്രീധനം ഒരു സാമൂഹ്യ തിന്മയോ, ഇറ്റ്സ് ഡൗറി എ സോഷ്യൽ ഈവിൾ എന്നുള്ളൊരു വിഷയമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നതെല്ലാം നമ്മുടെ മീഡിയ സ്റ്റുഡൻസ് ആണ്. മാധ്യമധർമ്മം ഹൃദയത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് നല്ലോണം സംസാരിക്കാനുണ്ടാവും അല്ലേ? നിങ്ങളുടെ മുഖമൊക്കെ കണ്ടറിയാം. ഈ വിഷയത്തെക്കുറിച്ച് ശക്തമായിട്ട് പ്രതികരിക്കാനും നിങ്ങളുടെ നിലപാടുകളൊക്കെ അറിയിക്കാനും നിങ്ങൾ റെഡിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച്, ശരിക്കും സ്ത്രീധനം ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടോ? 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ വെറുതെ ഇട്ട് തരാം. ഒന്ന്, സ്ത്രീധനം ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ഇപ്പോൾ മോൾക്കുള്ളൊരു ഗിഫ്റ്റ്, ടോക്കൺ ഓഫ് ലവ് എന്നൊക്കെ ഉള്ള പേരിലൊക്കെ കല്യാണങ്ങളിൽ ഈ ഒരു കാര്യം കയറി പറ്റുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, സമൂഹത്തെ ഇത് എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇതെങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അവരുടെ പേരൻസിനെ ഇതൊക്കെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, മാതാപിതാക്കൾക്ക് ഇതൊരു ബേർഡൻ ആവുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് നമ്മുടെ ചർച്ച തുടങ്ങാം അല്ലേ? അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ആരാണ് ആദ്യം സംസാരിക്കാൻ വരുന്നത്? എൻ്റെ പേര് റിയ. ഞാൻ ചേതന കോളേജിലെ MA ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. ഒരു പെൺകുട്ടി ജനിക്കുന്നു, പാരൻസ് അവൾക്കായിട്ട് കരുതുന്നു, അത്രയൊരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ കരുതി വെക്കുന്നതായിരിക്കാം ഭാവിയിലോട്ട്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീധനത്തെക്കുറിച്ച് അതൊരു തെറ്റായ രീതിയിലോട്ടാണ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി വളരുന്നു, അവൾ പ്രായപൂർത്തിയാകുന്നു, അപ്പച്ചനും അമ്മച്ചി അല്ലെങ്കിൽ പാരൻസ് അവളെ വിവാഹം കഴിക്കാനായിട്ട് ഒരു 10-25 വയസ്സാകുമ്പോഴേക്കും അവളെ വിവാഹം കഴിച്ച് മറ്റൊരാളുടെ കൈകളിലേക്ക് അവളെ ഏൽപ്പിക്കണം എന്നുള്ളൊരു ധർമ്മം, ആ ധർമ്മത്തിന് കൊടുക്കുന്ന ഒരു കൈക്കൂലിയായിട്ടാണ് ഇന്ന് സമൂഹം സ്ത്രീധനത്തെ കാണുന്നത്. ശരിക്കും തെറ്റായ ഒരു പ്രവണതയായിട്ട് തന്നെയാണ് സ്ത്രീധനം കരുതപ്പെടുന്നത്. താങ്ക് യു റിയ. റിയ പറഞ്ഞതിലൊരു ഹൈലൈറ്റ് വാക്ക് എനിക്ക് തോന്നിയത് കൈക്കൂലി. ഒരു കുട്ടീനെ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു കൈക്കൂലിയാണോ? അതൊരു നല്ല ചിന്തയായിരുന്നു. പക്ഷേ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നാണ് സ്ത്രീധനം പോകുന്നത്. ഇത് മേടിക്കുന്നു എന്നുള്ള ചീത്തപ്പേര് ആർക്കാണ്? നിങ്ങൾ ആമ്പിള്ളേർക്കാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ബോയ്സിന്റെ അഭിപ്രായം നമുക്കറിയാം അല്ലേ? ഹായ്, ഞാൻ സൂരജ്. തൃശ്ശൂർ തന്നെയാണ് എൻ്റെ വീട്. ഞാനിവിടെ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിലാണ്, 3rd ഇയർ വിദ്യാർത്ഥിയാണ്. എനിക്ക് പേഴ്സണലി ഐ ഡോണ്ട് ബിലീവ് ഇൻ മാരേജ്, എൻ്റെ പേഴ്സണൽ കോൺസെപ്റ്റ്. അപ്പോൾ എനിക്ക് ഓവറായി ഇതിന് സംസാരിക്കേണ്ടോ എന്ന് ചോദിച്ചാൽ, പക്ഷേ ഞാൻ ഒരിക്കലും ഈ ഡൗറീനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ് ലിറ്ററലി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എനിക്കും ഒരു ചേച്ചിയുണ്ട്, ഐ ഓൾസോ ഹാവ് എ സിസ്റ്റർ. പക്ഷെ എൻ്റെ വീട്ടിൽ അങ്ങനെ, പക്ഷെ ഞാൻ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോഴും എല്ലാ ഗേൾസും, മിക്ക ഗേൾസും, മെജോറിറ്റി ഒരു 90% ഗേൾസ് ഉള്ള വീട്ടിൽ, പെൺകുട്ടികളുള്ള വീട്ടിൽ കേൾക്കുന്നൊരു ഡയലോഗായിരിക്കും, ഇവളെ ആളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താലാണ് ഒരു സമാധാനം ഉള്ളത്. ആ സമാധാനം എന്ന് പറയുന്നത് എന്താ? അത് ബോയ്സിന് കേൾക്കാൻ വഴിയില്ല. ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. ഇവിടെ ഇരിക്കുന്ന ബോയ്സിൻ്റെ ഏതെങ്കിലും പേരൻസ് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ, നിന്നെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താലാണ് സമാധാനം? കേട്ടിട്ടില്ല. കാരണം ആ സമാധാനം എന്ന് പറഞ്ഞില്ലെങ്കിൽ ആ തലവേദന എന്ന് പറയുന്നത് ഡൗറിയാണ്, സ്ത്രീധനമാണ്. സൂരജ് പറയുന്നത് ഇന്നത്തെ കാലത്തെ ആൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഇത് ഒട്ടും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന്. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടി ഇതിനോടൊന്ന് കൂട്ടിച്ചേർക്കാവോ സൂരജ്? ഒരാളും കൂടെ ഒരു അഭിപ്രായം പറയാവോ? സൂരജ് ഈ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? അതോ ഒരു ടോക്കൺ ഓഫ് ലവ് ആയിട്ട് ഭാവിയിൽ നമുക്കിനി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇരുന്നോട്ടെ എൻ്റെ മോളുടെ കയ്യിൽ, അപ്പം അങ്ങനെ പേരൻസ് കൊടുക്കുന്നത് നല്ലതല്ലേ? അങ്ങനെയുള്ള ചിന്തകളോ ചോദ്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടോ? എൻ്റെ പേര് സെവിൻ ജോൺ. ഞാൻ ചേതന കോളേജിലെ BFT ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. എനിക്ക് സ്ത്രീധനത്തെ പറ്റി പറയാനുള്ള കാര്യം, ഒരു സ്ത്രീക്ക് വേണ്ടത് സ്ത്രീധനമല്ല, എഡ്യൂക്കേഷനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
സ്ത്രീധനം കൊണ്ട് ജീവിതകാലം മൊത്തം ജീവിക്കാൻ എന്തായാലും പറ്റില്ല. പക്ഷേ ഒരു സ്ത്രീക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ആ സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സ്ത്രീധനത്തിൻ്റെ പേരിലാണ് മാരേജിൽ. സ്ത്രീധനം കൊണ്ട് ഒരു സ്ത്രീക്കും ഗുണമുണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ത്രീധനം കാരണമാണ്. അപ്പോൾ അത് എനിക്ക് പേഴ്സണലി സ്ത്രീധനത്തിനോട് യോജിപ്പില്ല. താങ്ക് യു സെവിൻ. അപ്പൊ സൂരജും സെവിനും റിയയും സംസാരിച്ചു. സാറിന് എന്താണ് ഇതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്? ആക്ച്വലി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കാലങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. 1961 ഒരു നിയമം തന്നെ ഇന്ത്യയിൽ നിലവിൽ വന്നു, ഡവറി പ്രൊഹിബിഷൻ ആക്ട്. എന്നാലും ഇപ്പോഴും ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ടോപ്പിക്കിൻ്റെ കാലപ്പഴക്കം എന്നതിനപ്പുറത്ത് ഇതിനെ ഈ കാലഘട്ടം എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് ഈ വിഷയത്തെ പ്രസക്തമാക്കുന്നത്. സംസാരിച്ച 3 പേരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ സ്ത്രീധനം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ വളരെയധികം എതിർക്കുന്ന ആൾക്കാരാണ്. സൂരജും അതെ, റിയ അതെ, സേവിയും അതെ. സേവിയോട് ചോദിച്ചുകൊണ്ട് തുടങ്ങാം. നീ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള ആളാണല്ലോ അല്ലേ? ആ, നിന്റെ കല്യാണത്തിൻ്റെ സമയത്ത് നിന്റെ വൈഫിൻ്റെ വീട്ടുകാർ സ്ത്രീധനം തന്നാൽ നീ വാങ്ങിക്കുമോ? ഞാൻ വാങ്ങില്ല, വാങ്ങേണ്ട ആവശ്യമില്ല ഒരിക്കലും. കാരണം എഡ്യൂക്കേഷനാണ് ഒരു പാരൻസ് ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടത്. മോനെ, അവള് ഡോക്ടറേറ്റ് ഒക്കെ കഴിഞ്ഞ ഒരാളാണ്. അവർക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ അവളുടെ പപ്പ പറയാണ്, എനിക്ക് എൻ്റെ സമ്പത്തിൻ്റെ പകുതി എൻ്റെ മൂത്ത മോൾക്കുള്ളതാണെന്ന് പറഞ്ഞാൽ നീ വാങ്ങിക്കുമോ? ഇതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. അതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. കുഴപ്പിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. നീ വാങ്ങിക്കുമോ? അതിപ്പോ അവരുടെ സ്വത്തില്, ഇപ്പോ പാരൻസിന്റെ സ്വത്തില് മക്കൾക്കാണ് അവകാശം. ആ. പക്ഷെ അത് സ്ത്രീധനമായിട്ട് കൊടുക്കുന്നത് അല്ലാതെ സ്ത്രീധനമായിട്ട് അല്ലാതെ കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് 50 ലക്ഷം രൂപ തന്നെ വാങ്ങിക്കുമോ? സി, ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. യെസ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വൈഫിനെ കല്യാണം കഴിക്കുമ്പോൾ ആ വൈഫിൻ്റെ ഡാഡി കൊടുക്കണ സ്വത്ത് എന്ന് പറയുന്നത് എനിക്കല്ല. അപ്പോൾ ഡാഡി ഇപ്പോൾ ഡാഡിയുടെ മോൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുത്തോന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പോൾ എനിക്കൊന്നും ഇടപാടില്ല. അത് എനിക്ക് വേണ്ടി ഉപയോഗിക്കാണ്ടിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ക്വാളിറ്റിയാണ്. നിനക്ക് പഠിക്കാനുണ്ടോ, നീ നിൻ്റെ പൈസയാണ്, നിൻ്റെ ഡാഡിയുടെ പൈസയാണ്, ഓക്കെ യു ക്യാൻ ഡു ഇറ്റ്. സോ അങ്ങനെ രീതിയിൽ കണ്ടുവരുമ്പോൾ കുഴപ്പമില്ല എന്നാണ് ഇതിൻ്റെ ഇത് പറയുന്നത്. പക്ഷേ അവിടെ ചോദിച്ചല്ലോ, എങ്ങനെയാണ് സെവിനോട് ചോദിക്കേണ്ട ചോദ്യം ഇങ്ങനെ ചോദിക്കാം. ഡാഡി നിനക്ക് എൻ്റെ മോൾക്ക് വേണ്ടി, മോളെ നീ കെട്ടല്ലേ, ഞാൻ നിനക്കൊരു 50 ലക്ഷം രൂപ തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇബിന് പറയാം വേണ്ടാന്ന് പറയാം. പക്ഷെ അതിന് അപേക്ഷിച്ച് ഡാഡി ചോദിക്കുകയാണ് എൻ്റെ മോൾക്ക്, ഞാൻ എൻ്റെ സന്തോഷത്തിന് മോൾക്ക് കൊടുക്കണം 50 രൂപ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ചോയ്സില്ല. ഓക്കെ, മോൾക്കാണ്, മോളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ, ഞാൻ എന്തെങ്കിലും ബാധ്യതയല്ലല്ലോ. സി, അമിത് പറഞ്ഞതാണ് അതിൻ്റെ ശരിയായൊരു ഉത്തരം. എന്ന് പറഞ്ഞാൽ സ്ത്രീധനം എന്ന് പറഞ്ഞൊരു ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. രണ്ടാമത് അവനൊരു കാര്യം തുറന്നു പറഞ്ഞു. അവൻ കല്യാണം കഴിച്ചാൽ അവൻ്റെ വൈഫിന് അവൻ്റെ വീട്ടുകാർ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ. അത് പിന്നെ അത് അവളുടെ ക്യാഷാണ്, അവൾ അല്ലേ? അങ്ങനെയല്ലേ? പിന്നെ നീ ഒരു ബെൻസ് വാങ്ങിക്കാൻ നേരത്ത് ക്യാഷ് ആവശ്യം വന്നാൽ അവിടെ നിന്ന് വാങ്ങിക്കോ? അല്ല, എനിക്ക് പൈസ ഉണ്ടല്ലോ. പൈസ ഇല്ലാത്ത വർഷം ഞാൻ ബസ്സിലോ കാറിലോ എങ്ങനെയാലും പോക്കോളാം. പൈസ കിട്ടി ഞാൻ എൻ്റെ ബസ് എടുത്ത് ഞാൻ പോക്കോളൂ. ഓക്കെ. അമിതിനോട് ഇങ്ങനെ ചോദിക്കുന്നത്, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള തുടർ ചർച്ചകളിലും അമിത് ഇങ്ങനെയുള്ള മറുപടികൾ പറയുമെന്ന് എനിക്കറിയാം. ആ മറുപടികൾ അമിതിനെ കൊണ്ട് പറയാനുള്ള ഒരു പ്രേരണ ഞങ്ങൾ കൊടുക്കുന്നത് ഇത് കേരള സമൂഹം കേൾക്കട്ടെ. ഒരു കല്യാണത്തിൻ്റെ പുറത്ത് എന്തുമാത്രം അതിക്രമങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുക. സ്ത്രീധനത്തിൻ്റെ പുറത്ത് ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിനൊരു പരിഹാരമുണ്ടാക്കാൻ ഒരു ഫെമിനിസ്റ്റിനെയും കണ്ടിട്ടില്ല. സ്ത്രീധനത്തിൻ്റെ പുറത്ത് വീട്ടിലൊരു പ്രശ്നം നടക്കുമ്പോൾ ആ പ്രശ്നം പരിഹരിച്ച് ആ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൗൺസിലേഴ്സും വളരെ കുറവാണ്. ആശയങ്ങളും ആദർശങ്ങളും പ്രസംഗത്തിലും എഴുത്തുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം പ്രബലപ്പെടുന്നുണ്ടെങ്കിലും അമിത് പറഞ്ഞ സൊല്യൂഷനിലേക്ക് നമ്മൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് യഥാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അമിത് പറഞ്ഞ സൊല്യൂഷൻ എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ 2 കാര്യങ്ങൾ ഒന്നിപ്പിക്കുന്ന ഒരു സൊല്യൂഷനാണ്. സ്ത്രീധന നിരോധന നിയമമുണ്ട്, അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ സമ്പത്തിൽ മക്കൾക്ക് തുല്യ അവകാശവുമുണ്ട്. എനിക്ക് തോന്നുന്നത് അമിത് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് പോകും. സ്ത്രീധനം എന്ന് പറഞ്ഞ പേരിൽ അത്തരം ഒരു റിച്വലിൻ്റെയോ അനുഷ്ഠാനത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ മകൾക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് കൊടുത്തോട്ടെ, ഓക്കെ, കുഴപ്പമില്ല. ആശ്രീ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഗിഫ്റ്റ് അല്ലേ, ഒരു സമ്മാനമായിട്ട് കൊടുക്കുന്നതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ ഇത് സമ്മാനമായിട്ടാണോ, ഇത് സ്ത്രീധനമായിട്ടാണോ, ഇത് എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നു എന്ന കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യം സെവി പറഞ്ഞു. 2018 തൊട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പലതരത്തിലുള്ള കൗൺസിലിങ്ങുകൾക്കൊക്കെ പലര് എന്നെ സമീപിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2018 തൊട്ട് 2025 വരെയുള്ള കുടുംബ പ്രശ്നങ്ങളിൽ
ഏറ്റവും പ്രബലപ്പെട്ട് നിന്നൊരു പ്രശ്നം ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നിട്ട് ഇവർ തമ്മിൽ തല്ലുമ്പോൾ എങ്ങനെയെങ്കിലും ഡിവോഴ്സ് ആക്കി വീട്ടിൽ കൊണ്ടുവരണമെന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം മാതാപിതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പറ്റം മാതാപിതാക്കന്മാരെ അവരാദ്യം ചോദിക്കും, വീട് പണിയുമ്പോഴേ പറയും രണ്ടുപേരുടെയും കൂടെ പേരിൽ പണിതാൽ മതി എന്നൊക്കെ പറയും. അപ്പം ബേസിക്കലി സ്ത്രീധനം എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഈവിളിൻ്റെ പിന്നിൽ ശരിക്ക് പ്രവർത്തിക്കുന്ന ഒരു സാധനം നമ്മുടെ എക്കണോമിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ പണമാണ് എന്ന് കരുതേണ്ടി വരും. മണി ഈസ് വാട്ട് മണി ഡസ്. പണത്തെ ഒരു പരിധി കൂടുതൽ സ്നേഹിക്കുന്നവന് ഭാര്യയെയോ അമ്മയെയോ മകളെയോ അപ്പനെയോ ആരെയും സ്നേഹിക്കാൻ സാധിക്കില്ല, ഒരു പക്ഷെ ഉപയോഗിക്കാൻ പറ്റിയേക്കും. വിവാഹം എന്ന് പറയുന്നത്, ഇപ്പോൾ സൂരജ് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ വിവാഹിതനാണ്, ഞാൻ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരാളാണ്. 2 വിവാഹം കഴിച്ചതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് മാതാപിതാക്കൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടായതും. അപ്പോൾ അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ പണം എന്ന് പറയുന്ന ഒരു സാങ്കേതികത്വത്തിന് വേണ്ടി അല്ലാതെ ജീവിതം സന്തോഷിക്കാനും ആസ്വദിക്കാനും പരസ്പരം പങ്കിടാനുമാണ് ജീവിക്കുന്നതെങ്കിൽ സ്ത്രീധനം ഒരു പ്രശ്നമേ അല്ല. പക്ഷെ അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ? ഇപ്പോൾ സേവിയോടൊരു കാര്യം ചോദിച്ചപ്പോൾ അമിത് ഒരു മറുപടി പറഞ്ഞു. ഞാൻ ഷീലയുണ്ടോ, ഷീലയിലേക്ക് ഞാൻ വരാം. ഷീലയുടെ പേരൻസ് ഷീലയെ നന്നായി വിവാഹം കഴിപ്പിച്ച് നന്നായി പഠിപ്പിച്ച് വിവാഹം കഴിപ്പിച്ച് അയച്ചു. അപ്പോൾ നമ്മുടെ അമിത് പറഞ്ഞതുപോലെ സേവി പറഞ്ഞ പോലെ സ്ത്രീധനത്തിൻ്റെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പേരൻസിന് എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ആ സമയത്ത് ഒരു ഗിഫ്റ്റായിട്ട് ഷീലയ്ക്ക് കൊടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞ് ഷീലയെ പഠിപ്പിക്കാനും, ഒരു സാങ്കല്പിക ചോദ്യമാണ് കേട്ടോ, പേഴ്സണലായിട്ട് എടുക്കണ്ട, ഷീലയെ പഠിപ്പിക്കാനും ഷീലയുടെ വിവാഹ ചെലവിനും വേണ്ടി അദ്ദേഹം ലോണൊക്കെ എടുത്തിരുന്നു. ഷീലയുടെ പേരൻസ് കല്യാണം കഴിഞ്ഞു, ഷീലയുടെ ഹസ്ബൻഡും ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ സ്ഥലം വിറ്റിട്ട് ലോൺ അടയ്ക്കാമെന്ന് കരുതി സ്ഥലം വിൽക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ ഷീലയ്ക്ക് വീട്ടിൽ നിന്ന് ചെറുതായിട്ട്, ഷീലയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ചെറുതായിട്ടൊരു ചിന്ത വരികയാണ്, സ്ഥലം വിൽക്കുകയാണ്, ഒപ്പിട്ട് കൊടുക്കേണ്ട, പകുതി ഷെയർ നിനക്ക് അവകാശമുണ്ട്, വെറുതെ അങ്ങനെ വിറ്റ് നശിപ്പിക്കേണ്ട കാര്യമില്ല എന്ന അങ്ങനെ ഒരു സമ്മർദ്ദം വന്നാൽ ഷീല എന്ത് ചെയ്യും? വീട്ടിൽ പോയി പൈസ ചോദിക്കുവോ? അല്ലെങ്കിൽ ഈ അമിത്തും സേവിയും സൂരജും റിയയൊക്കെ പറഞ്ഞ ആദർശത്തിൽ ഉറച്ചു നിൽക്കുവോ? അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറെ കരഞ്ഞിട്ട് ജീവൻ തന്നെ അപകടപ്പെടുത്തുന്ന രീതിയിലേക്ക് ചിന്തിക്കുവോ? വാട്ട് വിൽ യു ഡു? എൻ്റെ പേര് ഷീല സന്തോഷ്. ഞാനിവിടെ MA ജേർണലിസം പഠിക്കുക. ഒന്നാമത് ഞാൻ 10-21 വർഷം ജനിച്ച് ജീവിച്ച വീട്, എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന എൻ്റെ അപ്പനും അമ്മയും. അപ്പോൾ അവരെന്നെ കെട്ടിച്ചു വിടുന്ന ആ സമയമെന്ന് പറയുന്നത് ഒന്നെങ്കിൽ എനിക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം നൽകി എന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് ആക്കിയിട്ടായിരിക്കും അവരെന്നെ വിടുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും കടമ മുഴുവൻ നിർവഹിച്ചതിന് ശേഷം എനിക്ക് എന്നെ പ്രാപ്തിയാക്കിയതിന് ശേഷം അവരെന്നെ ഒരു വിവാഹത്തിലേക്ക് അല്ലെങ്കിൽ വിവാഹം കഴിപ്പിച്ച് വിടുമ്പോൾ എൻ്റെ കുടുംബവും അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളും തമ്മിൽ 2 കുടുംബമാണ്. അപ്പൊ ഈ സമയത്ത് എൻ്റെ മാതാപിതാക്കളുടെ കാര്യങ്ങളെല്ലാം അവർ ചെയ്തു. ഇനി എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെന്ന് പറയുന്നത് എനിക്ക് അവരെ നോക്കാം, ഇല്ലെങ്കിൽ ഒരു പരസ്പര പൂരകമായി ജീവിക്കുക എന്നുള്ളതാണ്. അതേ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ സ്വത്തവകാശം മറ്റു കാര്യങ്ങളുമായിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയും, എന്നെ ഇത്രയും കാലം പഠിപ്പിച്ച് ജീവിച്ച എൻ്റെ അപ്പനും അമ്മയും ചെയ്തു തരേണ്ട എല്ലാ കടമകളും എനിക്ക് ചെയ്തു തന്നു. ഇനി എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് പണമാണെങ്കിലും സമ്പത്താണെങ്കിലും വേറെ എന്ത് ഭൂമിയാണെങ്കിലും അത് നമുക്കുണ്ടാക്കാം. അല്ലെങ്കിൽ എനിക്കൊരു ജോലിയുണ്ട്, ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, അതുകൊണ്ട് അതുണ്ടായി വരും. സോ ഇത്രയും കാലം പൂരകങ്ങളായി നിന്ന് അപ്പനെയും അമ്മയും ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തതിന് ശേഷം വീണ്ടും ഈ നനഞ്ഞെടുത്ത് തന്നെ കുഴിക്കുക എന്ന് പറഞ്ഞ സ്വഭാവം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയും, എനിക്ക് തരേണ്ടതെല്ലാം തന്നു, നമുക്ക് ജീവിക്കാനുള്ളത് അപ്പനും അമ്മയും തന്നിട്ടുണ്ട്, ഇനി നമ്മുടെ കടമയാണ്. ഒന്നുകിൽ അവർ പ്രായമായി അവർ ജീവിക്കാനുള്ള അവരുടെ അത്രയ്ക്ക് പോവാണ്. സോ നമ്മളായിട്ട് ജീവിക്കണം, നമുക്കുള്ളത് ഒന്നുകിൽ ദൈവം തരും, ഇല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടണം എന്ന് പറയും. അല്ലാതെ ഞാൻ പോയില്ല ചോദിക്കാൻ. ഷീല തുറന്ന അഭിപ്രായം പറഞ്ഞു. അവിടെ ടീച്ചർ കൈ ഉയർത്തുന്നുണ്ട്, ടീച്ചർക്ക് കൊടുക്കൂ. വാട്ട്സ് യുവർ നെയിം ടീച്ചർ? എൻ്റെ പേര് രന്യ, ഞാൻ മലയാളം എടുക്കുന്ന ടീച്ചറാണ് കേട്ടോ. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് ആളുകൾ അഭിപ്രായങ്ങൾ പറഞ്ഞു, സന്തോഷം, എല്ലാതും ശരിയാണ്. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ എൻ്റെ അപ്പുറത്തിരിക്കുന്ന എൻ്റെ സ്റ്റുഡൻറ്റ് പറഞ്ഞ അഭിപ്രായം എനിക്ക് കേൾക്കാൻ ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ആ പെൺകുട്ടിക്ക് സ്ത്രീധനം കിട്ടുകയാണെങ്കിൽ ആ കുട്ടി തന്നെയാണ്, സ്ത്രീധനല്ല, അല്ലെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ ഗിഫ്റ്റ് തന്നെ, അല്ലെങ്കിൽ അത് എന്നെ ബാധിക്കുന്നതല്ല, എനിക്കൊരു ആവശ്യം വന്നാൽ ഞാൻ അധ്വാനിച്ച് തന്നെ നേടും എന്നുള്ളത് അത് കൃത്യമായിട്ട് ഈ ഒരു പ്രായത്തിൽ പറയുന്ന ഒരു ഉത്തരമായിട്ട് ഞാൻ കരുതുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ആവേശവും എല്ലാം ഒരു കാലഘട്ടത്തിൽ എനിക്കും ഉണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡിനും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യഥാർത്ഥ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ തകിടം മറിയാണ്.
ഞാൻ എൻ്റെ ജീവിതം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് എത്ര സ്ത്രീധനം കിട്ടി എന്നുള്ളത്, അല്ലെങ്കിൽ സ്ത്രീധനം എന്നല്ല, എനിക്ക് എത്ര സ്വർണം കിട്ടി എന്നുള്ളത് ഇന്നേ വരെ എന്നോട് ചോദിച്ചിട്ടില്ല. അഭിമാനത്തോടു കൂടിയും മറ്റുള്ളവരെ എങ്ങനെ കരുതുന്നല്ല, എൻ്റെ അതേ അഭിമാനത്തോടു കൂടി ഞാൻ അത് പറയുന്നതാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ സ്വർണം ഞാൻ പണയം വെക്കാൻ ആളുടെ കയ്യിൽ ഏൽപ്പിക്കാറുണ്ട്. അത് ആൾ നിർബന്ധിച്ച് തരണം എന്നൊരിക്കലും എന്നോട് പറഞ്ഞിട്ടല്ല. കാരണം ജീവിതത്തിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് എന്ത് വേണ്ട വരും. അവിടെ നിന്റെ സ്വർണം എൻ്റെ സ്വർണം, അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കുന്നത് എൻ്റെ ഭർത്താവാണ്, അല്ലെങ്കിൽ എൻ്റെ സ്വർണം എന്നുള്ള വകയിലല്ല നമ്മളൊരു വിഷയത്തെ എങ്ങനെ സമീപിക്കണോ, ജീവിതത്തിൽ ചില വിഷയങ്ങളെ എങ്ങനെ സമീപിക്കണോ. ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ വരുമ്പോൾ, അപ്പോൾ മക്കൾക്ക് വയ്യ, കുടുംബം, അല്ലെങ്കിൽ എനിക്ക് തന്നെ വീടിൻ്റെ മുകളിലേക്ക് കെട്ടിപ്പൊക്കണം എന്നൊക്കെ എൻ്റെ ആഗ്രഹത്തിന് പുറത്ത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ജീവിത യാഥാർത്ഥ്യത്തെ നമുക്ക് മുന്നിൽ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്വർണ്ണം എടുത്തു കൊടുക്കും. ഒരു കാലഘട്ടത്തിൽ ഈ സ്ത്രീധനം എന്നുള്ളതും അങ്ങനെ തന്നെ വന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു. നമ്മൾ പണ്ടത്തെ കൃതികളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു സ്ത്രീനെ വിവാഹം കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ പുരുഷന്മാരായിരുന്നു എന്താ പറയുക, പണം കൊടുക്കേണ്ടിയിരുന്നത്. അധ്വാനിക്കുന്ന ഒരു വിഭാഗത്തെയാണ് നമ്മൾ എവിടേക്ക് കൊണ്ടുവന്നിരുന്നത്, പുരുഷന്റെ വീട്ടിലേക്ക്. അപ്പൊ അച്ഛൻ എന്ത് കൊടുക്കണമായിരുന്നു? ആ സ്ത്രീനെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അവിടെ ഒരു അധ്വാനത്തിന്റെ ഒരു മാറാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അവിടേക്ക് പൈസ കൊടുക്കുന്നു. അതാണ് പിന്നീട് എന്തായി മാറിയത്? സ്ത്രീ എന്നുള്ളത് ജോലിക്കൊന്നും പോണില്ല, അല്ലേ? അവളെ ആജീവനാന്തം നോക്കേണ്ട അവസ്ഥ പുരുഷനേക്ക് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. ഇന്ന് ആ കാലഘട്ടമല്ല. ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ അധ്വാനിക്കുന്നവരാണ്. ഇതിൻ്റെ ഒക്കെ പിന്നിൽ അടിത്തട്ടിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ എൻ്റെ സ്വർണം എന്ന് ഞാൻ എവിടെ പറയുന്നുവോ അവിടെ ഞാൻ എൻ്റെ സ്ത്രീധനത്തെ സ്ത്രീധനമായി കണ്ടു തുടങ്ങി എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്നും സ്വർണം എന്നുള്ളതിനേക്കാൾ അപ്പുറമാണ് മനുഷ്യനെന്നും ബന്ധങ്ങളെന്നും എന്ന് തീരുമാനിക്കാൻ നമ്മൾ എപ്പോൾ തുടങ്ങുന്നുവോ അപ്പോഴേ ഈ വിഷയം തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറുള്ളൂ. അല്ലാത്തിടത്തോളം കാലം അല്ലെങ്കിലും സ്ത്രീകൾ തന്നെയാണ് എൻ്റെ വീട്ടിൽ സ്വപ്നം കണ്ടത്, എനിക്ക് ആഭരണം ഇട്ട് പോകണമെന്ന് സ്വപ്നം കണ്ടത് അച്ഛനേക്കാൾ കൂടുതൽ അമ്മയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ആ കൺസെപ്റ്റുകളൊക്കെ മാറാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കും എൻ്റെ ആഗ്രഹം, എൻ്റെ മകള് വിവാഹം കഴിച്ചു പോകുമ്പോൾ ഒരു മാലയും അല്ലെങ്കിൽ കുറച്ച് ആഭരണം ഇടണമെന്ന് ഞാൻ എവിടെ മനസ്സിൽ വിചാരിച്ചു. അല്ല, എൻ്റെ മോള് വിദ്യാഭ്യാസം നേടി അവളൊരു സമൂഹത്തിൽ നിൽക്കേണ്ട ആ ലെവലിലാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ തീരും. അപ്പൊ മാറേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകൾ എല്ലാവിടെയും അങ്ങനെ നടക്കണമെന്നില്ല. പക്ഷെ ആ അഭിപ്രായം പറയണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസവും ജോലിയും വേണം. ധന്യമിസേ, നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിച്ചോ, അല്ല ഒന്ന് അംഗീകരിക്കുക. ഞങ്ങളൊരു ക്യാമ്പസിൽ, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല ക്യാമ്പസുകളിൽ ഇത്തരം ടോക്ക് ഷോ ഒക്കെ ആയി പോയപ്പോൾ പലപ്പോഴും ടീച്ചേഴ്സൊക്കെ മാറി നിന്നിങ്ങനെ വീക്ഷിക്കുന്നത് കണ്ടു. ആദ്യമായിട്ടാണ് ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിനികളുടെ മുൻപിൽ സ്വന്തം നിലപാടും അഭിപ്രായവും വ്യക്തമാക്കുന്നത്. അതിനർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ആ ടീച്ചറെ വിശ്വസിക്കാം. ഒരു നല്ല അധ്യാപികയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പറച്ചിലും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോകുന്ന ആൾക്കാർക്കാണ് അധ്യാപനം മനോഹരമാക്കാൻ പറ്റുക. ഇത്രയും പേരുടെ മുൻപിൽ ഇത് കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയോടെ സ്ത്രീകളുടെ മനോഭാവമാണ് മാറേണ്ടത് എന്ന് രണ്യ ടീച്ചർ വിളിച്ചു പറയുമ്പോൾ, ഒരു പെൺകുട്ടിയുടെ വിദ്യാർത്ഥിനി എന്ന റോളിലേക്ക് അവൾ പ്രവേശിക്കുമ്പോൾ, ഭാര്യ എന്ന റോളിലേക്ക് പ്രവേശിക്കുമ്പോൾ, അമ്മ എന്ന റോളിലേക്ക് പ്രവേശിക്കുമ്പോൾ, അമ്മായിയമ്മ എന്ന റോളിലേക്ക് പ്രവേശിക്കുമ്പോൾ, മകൾ എന്ന റോൾ സ്വീകരിക്കുമ്പോൾ എല്ലാം തന്നെ രണ്യ ടീച്ചർ പറഞ്ഞ ചില കാര്യങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കാലപ്പഴക്കം വന്ന ഒരു സാമൂഹികമായ ഒരു വിപത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയും കേരളത്തിൻ്റെ സൈബർ ഇടങ്ങളും രണ്യ ടീച്ചറിൻ്റെ ശബ്ദം കേൾക്കട്ടെ എന്നാണ് ഞാൻ കരുതുക. പിന്നെ ടീച്ചർ ചേർത്ത് വെച്ചതുപോലെ തന്നെ സ്ത്രീകളാണ് മാറേണ്ടതെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നതേ, ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീയെന്നും പുരുഷനെന്നും ഇല്ല, അവരൊന്നാണ് ശരിക്കും. ഈ ഒരു മാസം മുമ്പ് പാലായിലെ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ നടന്നൊരു സംഭവം പറയാം. ഒരു ഹസ്ബൻഡും വൈഫും മക്കളും അവരൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു. ഒരു 1.5-2 വർഷത്തോളമായി ഒരു വീട് പണിയണോ, വീട് വാങ്ങിക്കണോ എന്നുള്ള കാര്യം അവരിങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങുന്നു. സ്വാഭാവികമായിട്ടും ഒരു വീട് പണിയുമ്പോൾ അവർ കുറച്ച് മക്കൾ ഉള്ള കുടുംബം, നല്ല വലിയൊരു കുടുംബമാണ്. വീട് പണിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും പണം വേണം. അപ്പോൾ അതിൻ്റെ സോഴ്സുകളെക്കുറിച്ചും ലോൺ എടുക്കണോ വേണ്ടെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈഫിൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞു, കുറച്ച് സ്ഥലമുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് വിൽക്കാം, എന്നിട്ട് ക്യാഷ് നീ എടുക്കുമോ, അല്ലെ നിൻ്റെ പേര് എഴുതി തന്നേക്കാം, ഇനി നിനക്കൊന്നും തന്നില്ല എന്നുള്ള ഒരു വിഷമവും പരാതി ഒന്നും വേണ്ട. അപ്പോൾ ആദർശ ധീരതയുടെ പുറത്ത് സ്ത്രീധനം വാങ്ങിക്കാതിരുന്ന
ഒരു പുരുഷനാണ്, ഒരു ഹസ്ബൻഡാണ് അവൾക്കുള്ളത്. പക്ഷെ ഈ വീട് പണിയുടെ കാര്യം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ടെംപ്റ്റേഷൻ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഒരു ഐഡിയ കൊള്ളാം, അത് കുഴപ്പമില്ല, ഒന്ന് പരിഗണിച്ചാലോ എന്ന് ചിന്തിച്ചു. അപ്പോൾ ആ വൈഫ് അമ്മയോട് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ചേട്ടനോട് പറയട്ടെ, നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞു. അവർ രണ്ടുപേരും പിറ്റേ ദിവസം ഇരുന്ന് ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു, ഒന്നുകൂടി ഇരുന്ന് ആലോചിച്ചിട്ട് നേരത്തെ അമിത് പറഞ്ഞതുപോലെയും രണ്ണി ടീച്ചർ പറഞ്ഞതുപോലെയും സേവി പറഞ്ഞതുപോലെയും സൂരജ് പറഞ്ഞതുപോലെയും റിയ പറഞ്ഞതുപോലെയും ഷീല പറഞ്ഞതുപോലെ ഒരു അഭിപ്രായം ആ വീട്ടിലെ കുടുംബനാഥൻ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ആ പൈസ വാങ്ങിക്കണ്ട, അത് മോശമായിട്ടല്ല, നിൻ്റെ അമ്മയുടെ പൈസ തന്നെയാണ്, അപ്പോൾ അവർക്ക് ഒരുപാട് പൈസയൊന്നും ഇല്ലയെന്നറിയാമല്ലോ, പക്ഷെ അമ്മയോട് അത് വേണ്ടാന്ന് പറഞ്ഞ് അധിക്ഷേപമൊന്നും നടത്തണ്ട, അമ്മ അതവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് നിങ്ങളുടെ വാർദ്ധക്യത്തിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ നോക്കാനുള്ളൊരു അവസരം തന്നാൽ മതി എന്നാണ് ചേട്ടൻ പറഞ്ഞേ. ആവശ്യം വരുമ്പോൾ ആ പണം നമുക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്കൊരാവശ്യവും വന്നില്ല, ഒരു കാലഘട്ടം കഴിഞ്ഞ് ഞങ്ങളെ വിട്ടൊരു സ്വർഗത്തിലേക്കൊക്കെ പോകുന്നൊരു സമയമാകുമ്പോൾ അന്നുണ്ടെങ്കിൽ അന്ന് അതിനെ ടേക്ക് കെയർ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു പക്ഷേ ഇത് ഒരു ഡിബേറ്റ് നടക്കുന്ന പശ്ചാത്തലത്തിൽ സൈബർ ഇടത്തിൽ ഇത്തരം സ്നേഹത്തിനൊന്നും വലിയ വിലയില്ല. ഇന്നൊരു ഒരു ഒരു കമ്പോളവൽക്കരണം നടക്കുന്ന കാലമാണ്. ഇറ്റ്സ് എ ബിസിനസ്. എന്തുകൊണ്ടാണ് സൂരജ് മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കാത്തത്? തല്ലുണ്ടാക്കുന്ന ആൾക്കാരെ ആയിരിക്കും ചിലപ്പോൾ അവൻ കൂടുതൽ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് പോകുന്ന ദമ്പതികളായിരിക്കും കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ദാമ്പത്യ അവിശ്വസ്തത കാണിക്കുന്ന ആൾക്കാരെ ആയിരിക്കും ചിലപ്പോൾ കൂടുതലുള്ളത്. പക്ഷേ കൂടുതലുള്ളതാണോ കുറവുള്ളതാണോ എന്നതിനപ്പുറത്ത് ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ആയിട്ട് നന്നായി ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. സ്ത്രീധനം എന്ന് പറയുന്ന വാക്ക് പോലും ഉപയോഗിക്കാത്ത കുടുംബങ്ങളുണ്ട് കേരളത്തിൽ. നന്മയെക്കുറിച്ച് ചിന്തിക്കുകയും നന്മയിൽ ജീവിക്കുന്ന ജ്ഞാനികളുടെ വാതിൽപ്പടി ചവിട്ടുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുക. പല ചർച്ചകളും ചെന്ന് അവസാനിക്കുന്നത് സംസാരിക്കുന്ന ആൾക്ക് വൈറലാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും, അല്ലെങ്കിൽ അങ്ങനെ വൈറലാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം മുറിച്ച് ചാനലുകൾ ഇടും. അത് ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ ക്യാമ്പസ് വിഷൻ നടത്തുന്ന അന്വേഷണാത്മകമായ ഇത്തരം സംവാദങ്ങളെല്ലാം തന്നെ എന്തെങ്കിലും ഒരു സൊല്യൂഷനിൽ ചെന്ന് എത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുക. ഇനി കേരളം മൊത്തം മാറിയില്ലേലും ഇവിടെ ഇരിക്കുന്ന 100 കുട്ടികളിൽ ഒരു 2 പേർക്കെങ്കിലും ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുകയാണെങ്കിൽ ആ കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ വിശ്വസിക്കുക. ഇനി രണ്ണി ടീച്ചറിലേക്ക് ഒന്നുകൂടി പൊക്കോട്ടെ ആഷ്ലി. അതായത് രണ്ണി ടീച്ചർ പണ്ട് പുരുഷന്മാർ അങ്ങോട്ട് കാശ് കൊടുത്താണ് സ്ത്രീകളെ വിവാഹം കഴിച്ചിരുന്നതെന്നുള്ള ഒരു കാര്യം പറഞ്ഞു. രണ്ണി ടീച്ചറെ, എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അത് നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പറയാം, ഈ പുരുഷധനം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ഇത്തരം ഒരു സംവാദത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ ഒരു അപ്രോക്സിമേറ്റ് കണക്ക് ഒരു 1,40,000 പേര് ക്രൈസ്തവ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട 1,40,000 ചെറുപ്പക്കാർ പുരുഷന്മാർ പെണ്ണ് കെട്ടാതെ ഇരിപ്പുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നതേ അമിത്തെ, വീണ്ടും നിന്നിലൊരു പ്രതീക്ഷ ഞാൻ വെക്കുകയാണ്, നീ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യടാ. എത്ര പേരാടാ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് പറ്റാതെ അങ്ങോട്ട് സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിക്കാൻ നിൽക്കുമ്പോൾ ഇപ്പോഴും ഒരു സൈഡിൽ സ്ത്രീധനത്തിന്റെ പേരിൽ മുറിവിളി കൂട്ടുന്ന ഒരു പൊതുസമൂഹത്തിന്റെ മനസാക്ഷിയോട് ചേതനയിലെ അമിത്തിന് എന്താണ് പറഞ്ഞു വെക്കാനുള്ളത്? എല്ലാരും ഈ പ്രേമത്തിനില്ലേ ആ സമയത്തുള്ള വീട്ടുകാർ, എനിക്ക് തോന്നുന്നു ഈ 10, 30, 40 വയസ്സ് വരല്ലേ, അപ്പൊ കുറച്ചൊരു 90s ആണല്ലോ. ആ സമയത്ത് വീട്ടുകാർ മര്യാദയ്ക്ക് പ്രേമിക്കാൻ സമ്മതിക്കുകയും പ്രേമിച്ച പെൺകുട്ടിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവരിന്ന് കണ്ണ് കെട്ടി പോയിരുന്നേനെ. ഇന്ന് വന്നിട്ട് 20 വയസ്സിന് പെൺകുട്ടീനെ 30 വയസ്സിന് ആൾ കെട്ടുന്ന നടക്കൂലല്ലോ, വെമ്പിളർക്കില്ല അങ്ങനെ. അപ്പൊ അതായിരിക്കും എനിക്ക് തോന്നുന്നു തോട്ട്. അമിത്തെ, ഈ പറയുന്ന എല്ലാരും കേൾക്കും കേട്ടാ, അമിത്തിന്റെ നാട്ടുകാരൊക്കെ കേൾക്കും, കുഴപ്പമില്ല. രണ്ണി ടീച്ചർ പറയും. ഞാൻ അച്ഛനും അമ്മയും തീരുമാനിച്ച വരനെയാണ്, ഒരു പാർട്ട്ണറെയാണ് ഞാൻ സ്വീകരിച്ചത്. പക്ഷെ അതിലെ എനിക്ക് യാതൊരു മനസ്സ് തൊട്ട് എനിക്ക് പറയാം, യാതൊരുവിധ സങ്കടവും ഇല്ല. കാരണം ഒരു പക്ഷേ ഞാൻ ഒരുപാട് സങ്കല്പങ്ങൾ പുരുഷനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു വ്യക്തിയായതും കൊണ്ടാവാം. എൻ്റെ ഹസ്ബൻഡ് ഇന്ന് വർക്ക് ചെയ്യുന്നത് ഒരു ബാങ്കിലാണ്. ഞാനിപ്പോൾ പെട്ടെന്ന് ബാങ്ക് എന്ന് പറയുമ്പോൾ അഭിമാനം എന്നൊക്കെ നമ്മൾ വിചാരിക്കാം. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒരു കാലഘട്ടത്തിൽ ഹോട്ടലിൽ വർക്ക് ചെയ്തിരുന്ന, ഹോട്ടൽ മാനേജർ എന്നല്ല, വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഏപ്രിൽ 1-ാം തീയതിയാണ് വിവാഹം കഴിഞ്ഞത്. അപ്പോൾ അത് ഞാൻ ആദ്യം എനിക്ക് സങ്കടമായിരുന്നു, വിഡ്ഢികളുടെ ദിനത്തിൽ വിവാഹം കഴിക്കുകയാണ്. അപ്പം അന്നേരം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലെല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിഡ്ഢികൾ തന്നെയാണ്. ആ വിഡ്ഢിത്തത്തെ മറിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് എന്ന് പറയുന്നത്. അത് വലിയ തത്വചിന്തയാണോ എന്ന് ചോദിച്ചാലൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആളുടെ ഇഷ്ടം തോന്നുന്ന ഒരു ഇതുണ്ടായി. ടീച്ചർ ഇടയ്ക്ക് ചോദിക്കട്ടെ, ടീച്ചർ
പ്രണയത്തോടെ ഒരു താല്പര്യം ഇല്ലേ? പ്രണയത്തെ തീർച്ചയായും പ്രണയത്തോട്, അത് വിവാഹത്തിന് മുന്നേ ആണെങ്കിലും വിവാഹത്തിന് ശേഷമാണെങ്കിലും പ്രണയിക്കാതെ ശേഷം പ്രണയം വേണ്ടേ? വേണം, തീർച്ചയായും വിവാഹത്തിന് ശേഷമാണെങ്കിലും നമുക്ക് പ്രണയിക്കാൻ സാധിക്കും. അതിന് മുന്നേ മാത്രമാണ് അതിന്റെ തീവ്രമായിട്ടുള്ളത് എന്നൊന്നും പറയാൻ പറ്റില്ല, അതിന് ശേഷവും. പിന്നെ അച്ഛൻ, അമ്മ, മക്കൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമുക്ക് ഇതൊക്കെ പറയുമ്പോൾ ഇതിനെതിരെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. കാരണം കുട്ടികളില്ല, ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്ന പാർട്ട്ണറെ സംബന്ധിച്ച് അത് അവരുടെ ഇഷ്ടമാണെന്ന് ചിന്തിക്കാൻ സമൂഹത്തിന് പറ്റണം. എനിക്ക് കുഞ്ഞുങ്ങളുണ്ട് എന്ന് വിചാരിച്ച് ഒരു 2 പേർക്ക് കുഞ്ഞുങ്ങളില്ല എങ്കിൽ എന്താണ്, അത് അവരുടെ സന്തോഷമാണ്. അപ്പം നമ്മളാണ് ശരി എന്നുള്ളതല്ല, കുറേ ശരികളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഓരോ ആളുകൾക്കും അവരുടേതായിട്ട് ശരികളുണ്ട്. അത് സ്ത്രീധന വിഷയത്തിലാണെങ്കിലും. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞു, ഓരോ നിലപാടുകളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മാത്രം ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തിലേക്ക് വരാം. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് വെക്കാൻ ആൾക്കാർക്ക് പറ്റുമായിരിക്കും. പക്ഷേ കുഞ്ഞുങ്ങളെ ലഭിക്കണമെങ്കിൽ അത് ദൈവം തരേണ്ടി വരും. എല്ലാവരും കുഞ്ഞുങ്ങളുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ഇഷ്ടം പോലെ ദമ്പതിമാരെ എനിക്കറിയാം. കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുമുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളിലും നമുക്ക് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. ഈ നമ്മുടെ വ്യക്തിത്വം, സയൻസ്, അറിവ്, ഇത്തരം ഡിബേറ്റുകൾ, ഇതിൻ്റെ എല്ലാം മേലെ നിൽക്കുന്ന ഒരു സംവിധാനമാണ് ദൈവിക സംവിധാനം. അതിപ്പോൾ നിരീശ്വരവാദികളോ യുക്തിവാദികളോ ഇപ്പോൾ ആരുണ്ടെങ്കിലും കുഴപ്പമില്ല. മനുഷ്യന് അപ്രാപ്യമായ ഒരു എക്സ്ട്രാ ഓർഡിനറി എനർജി ഉണ്ട്. ഇപ്പോൾ ഓറയുണ്ട്, വൈബ് ഉണ്ടെന്നൊക്കെ നമ്മൾ സമ്മതിക്കുന്നു അല്ലേ? ഇപ്പോൾ കുറച്ചും കൂടി ഈ ഭാഷ ഉപയോഗിച്ചാൽ നിങ്ങൾ പറയും തന്ത വൈബാണെന്ന് പറയും. സർ, നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. പക്ഷേ ഈ ചർച്ച ഇവിടെ ഒന്നും തീരുന്നതല്ല. ഒത്തിരി പേർക്ക് അവരുടേതായിട്ടുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ പറയാനുണ്ട്. ഈ ചർച്ച നമ്മൾ തുടരും. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോഴും നമ്മളൊരു ക്വസ്റ്റ്യൻ ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നു. സ്ത്രീധനം സാമൂഹ്യ തിന്മയാണോ? സ്ത്രീധനം വേണോ വേണ്ടയോ? പല രൂപങ്ങളിലും അതിന്ന് നമ്മുടെ ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ടോ? അടുത്ത എപ്പിസോഡിൽ ഈ ചർച്ചയുടെ ബാക്കിയുമായി നമ്മളെത്തും. ചേതന മീഡിയ ആൻഡ് പെർഫോമിംഗ് ആർട്സ് കോളേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേതന കോളേജ് CMI സഭയുടെ ഏറ്റവും അഭിമാനപൂർവ്വം തലയുയർത്തി നിൽക്കുന്ന മാധ്യമരംഗത്തെ ഒരു പ്രസിദ്ധമായ കോളേജാണ്. ചാവറേച്ചിലൂടെ തുടങ്ങിയ കേരളത്തിൻ്റെ മാധ്യമ രംഗത്തെ ക്രൈസ്തവ സഭയുടെ പ്രവേശനം ആബേലച്ചനിലൂടെയും പൂത്തിങ്കലച്ചനിലൂടെയും ബെന്യച്ചനിലൂടെയും ഒക്കെ തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ചേതന കോളേജ് ഇവിടെ നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പുതിയ ചേതനകൾ ഉണർത്തുന്ന മാധ്യമരംഗത്തിലൂടെ, ശബ്ദ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ലോകത്തിന് മുഴുവൻ ദൈവത്തിൻ്റെ വചനം എത്തിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചേതന മീഡിയ കോളേജിലും ഇന്നിവിടെ പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥികളും മറ്റുള്ളവർക്ക് അവരുടെ വ്യക്തമായ നിലപാടുകൾ അവരുടെ മാധ്യമങ്ങളിലൂടെ നൽകുവാൻ അവർക്ക് ശക്തിയുമുണ്ട്, ദൈവത്തിന് അനുഗ്രഹമുണ്ട്. അവർക്ക് പറയാനുള്ളത് വളരെ വ്യക്തമായിട്ട് കൂടുതൽ വെളിച്ചവും തെളിച്ചത്തോടും കൂടി മനുഷ്യൻ്റെ ജീവിതത്തിൽ കൂടുതൽ മനോഹരമാക്കി തീർക്കുന്നതിനുള്ള ഒരിടം നൽകുന്ന ഒരു രീതിയായി ചേതനയിലെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നു.